മുരളി നെല്ലനാട് നോവൽസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മായാദേവി എഴുതിയ രാത്രിമഴ. അദ്ധ്യായം 62. ഉച്ചയിൽ ചുവന്ന തുണിക്കീറുകൊണ്ട് മുടി കെട്ടിവെച്ചിരിക്കുന്നു. നെറ്റിക്കിരുവശത്തുമായി പാറിപ്പറന്നു കിടക്കുന്ന ചെമ്പിച്ച മുടിയിഴകൾ, പിഞ്ഞിക്കീറിയ ബ്ലൗസ്, അശ്രദ്ധമായി വാരിച്ചുറ്റിയ അഴുക്കും ചെളിയും പുരണ്ട സാരി. കണ്ണുകൾ രണ്ടും ജ്വലിച്ചുകൊണ്ടിരുന്നു. കാർത്യാനിയുടെ രൂപം കണ്ട് അർച്ചന നടുങ്ങി തിരിഞ്ഞു നിന്നു. ഏതു നിമിഷവും അവൾ തൻ്റെ നേരെ ചാടി വീഴുമെന്ന് അർച്ചനയ്ക്ക് തോന്നി. ഓട്ടോ ബസ് സ്റ്റാൻഡിൽ നിന്നും ഷോപ്പിൽ നിന്നും കുറേ പേർ അവർക്കടുത്തേക്ക് വരുന്നത് ആശ്വാസത്തോടെ അർച്ചന കണ്ടു. സ്കൂട്ടറിൻ്റെ ഹാൻഡിലിൽ തൂക്കിയിട്ട കവർ കണ്ടതും കാർത്യായനി ഒറ്റക്കൊതിപ്പിന് ചെന്നതെടുത്തു. വാടി ഇങ്ങോട്ട്. കാർത്യായനി മറ്റേ കൈകൊണ്ട് അർച്ചനയുടെ കൈത്തണ്ടയിൽ കടന്നു പിടിച്ചു. വിളിടി കൊച്ചിനെ. പ്രായം ചെന്ന ഒരു ഓട്ടോ ഡ്രൈവർ ഇടയ്ക്ക് ചാടി വീണു. പോടാ പട്ടി. കാർത്യായനി കവർ കൊണ്ട് അയാളുടെ മുഖത്തടിച്ചു. അർച്ചന കുതറി പിടിവിട്ടു. നിൽക്കടി അവിടെ. കാർത്യായനി അലറിക്കൊണ്ട് മുന്നോട്ട് നീങ്ങിയതും കാഴ്ചക്കാരിൽ ചിലർ അർച്ചനയുടെ മുന്നിലേക്ക് കയറി. കടന്നുപോടി. മുഴുത്ത ഭ്രാന്ത. കൊച്ച് പേടിക്കാതിരി. അവൾ ആ മനുഷ്യൻ്റെ പിന്നിലേക്ക് മാറി. കാർത്യായനി ഉച്ചത്തിൽ ചീത്ത വിളിച്ച് ഓട്ടോ ഡ്രൈവർമാരെ ആക്രമിക്കാൻ തുടങ്ങി. അവരും വിട്ടുകൊടുത്തില്ല. അടി കൊണ്ടതോടെ കാർത്യായനി തിരിഞ്ഞോടി. കയ്യിൽ കിട്ടിയതൊക്കെ എടുത്ത് അവർ അവളെ എറിഞ്ഞു. റോഡ് മറികടന്ന് മറുവശത്തെ മതിലിനടുത്ത് ചെന്ന് കാർത്യായനി നിലയുറപ്പിച്ചു. കയ്യിൽ അപ്പോഴും തട്ടിയെടുത്ത ആ കവറുണ്ട്. ഒരാഴ്ചയായി ഇവിടെ എത്തിയിട്ട്. ബസ് സ്റ്റാൻഡിലാ കിടപ്പ്. ഒരാൾ പറഞ്ഞു. കിടത്തിയിട്ട് വേണ്ടേ? രാത്രി മാന്യന്മാർ വണ്ടിയുമായി വന്ന് തൂക്കിയെടുത്തുകൊണ്ട് പോവും. വെളുക്കുമ്പോൾ പിന്നെയും കൊണ്ടുതള്ളും. മതിൽ ചാരി നിൽക്കുന്ന കാർത്യായനിയെ വേദനയോടെ അർച്ചന നോക്കി. കൊച്ച് SBIയിലെ സ്റ്റാഫല്ലേ? ഓട്ടോ ഡ്രൈവർ ചോദിച്ചു. അതെ. കൊച്ചു പോയിക്കോ. അവൾ തലയാട്ടി. കാർത്യായനിയുടെ നോട്ടം അപ്പോഴും തന്നിലാണെന്ന് അവൾക്ക് മനസ്സിലായി. സ്കൂട്ടറിൽ കയറി അവൾ ഓടിച്ചു പോയി. വീട്ടിലെത്തിയിട്ടും അർച്ചനയുടെ വിറയൽ മാറിയില്ല. കാർത്യായനിയെ ഇങ്ങനൊരവസ്ഥയിൽ കാണേണ്ടി വരുമെന്ന് കരുതിയതല്ല. എന്താണ് കാർത്യായനിക്ക് സംഭവിച്ചത്? മനസ്സിൻ്റെ താളം തെറ്റിയിരിക്കുന്നു. മുഴുഭ്രാന്തിയായി തെരുവിൽ അലയുന്നു. എന്നിട്ടും അവർ തന്നെ തിരിച്ചറിഞ്ഞു. എന്തൊക്കെ ദ്രോഹം ചെയ്തെങ്കിലും അർച്ചന ഇന്നും ജീവിച്ചിരിക്കുന്നത് ആ സ്ത്രീയുടെ ഔദാര്യം കൊണ്ടാണ്. രാത്രികാലങ്ങളിൽ അവരുടെ മാംസം ആളുകൾ കൊത്തിപ്പറിക്കുകയാണ്. അർച്ചനയ്ക്ക് നൊമ്പരം നെഞ്ചിലടക്കാൻ കഴിഞ്ഞില്ല. അവൾ സെല്ലെടുത്തിട്ട് ഫൈസൽ മുഹമ്മദിനെ വിളിച്ചു. ഹലോ അർച്ചന. ഫൈസൽ മുഹമ്മദിൻ്റെ ശബ്ദം മറുവശത്ത് കേട്ടു. സംഭവിച്ച കാര്യങ്ങളെല്ലാം അവൾ അയാളോട് പറഞ്ഞു. നമുക്കെന്ത് ചെയ്യാനാവും? ഒന്നും ചെയ്യാനില്ലേ സർ. അവരെ ഏതെങ്കിലും മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കാൻ പോലീസിന് കഴിയില്ലേ? കുറേ കാലം എനിക്ക് അഭയം തന്നത് ആ സ്ത്രീയാ. ദുഷ്ടലാക്കോടെയാണെങ്കിലും എനിക്കത് മറക്കാൻ കഴിയില്ല. അവർ വിളമ്പി തന്ന ആഹാരം ഞാൻ ഒരുപാട് കഴിച്ചിട്ടുണ്ട്. അവളുടെ ഒച്ചയിടറി. സാർ എന്തെങ്കിലും ചെയ്യണം. എൻ്റെ അപേക്ഷയാ. ഒരു സ്ത്രീയുടെ മാനത്തെ കരുതിയെങ്കിലും. ശരി, ഞാനൊന്ന് ശ്രമിക്കട്ടെ. കോൾ കട്ടായി. 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഫൈസൽ മുഹമ്മദിൻ്റെ കോൾ വന്നു. പോലീസിന് നേരത്തെ വിവരം കിട്ടിയിരുന്നു. അവർ അങ്ങോട്ട് പോയിട്ടുണ്ട്. മെൻ്റൽ ഹോസ്പിറ്റലിൽ എത്തിക്കാനാ ശ്രമം. താങ്ക് യു സാർ. അർച്ചന സ്കൂട്ടറും എടുത്ത് സിറ്റിയിലേക്ക് വന്നു. ദൂരെ നിന്നേ ഒരു പോലീസ് ജീപ്പ് റോഡിൽ കിടക്കുന്നത് കണ്ടു. കുറേ ആളുകൾ കൂടി നിൽപ്പുണ്ട്. കുറച്ച് ദൂരത്തായി അവൾ സ്കൂട്ടർ നിർത്തി. ഹെൽമറ്റ് എടുക്കാതെ നോക്കി നിന്നു. 2 വനിതാ പോലീസുകാർ കാർത്യായനിയെ വലിച്ച് ജീപ്പിലേക്ക് കയറ്റുന്നത് കണ്ടു. കൂടെ പോലീസുകാരും കയറി. ജീപ്പ് ഇളകിപ്പോയി. ഫൈസൽ മുഹമ്മദിനോട് അന്വേഷിച്ചാൽ അവരെ കൊണ്ടുപോയ ഹോസ്പിറ്റൽ അറിയാനാവും. കാർത്തു ചേച്ചിയെ ചെന്ന് കാണണം. അവരെ ജീവിതത്തിലേക്ക് മടക്കിക്കൊണ്ടുവരണം. അവർക്ക് വേണ്ടി കഴിയുന്നതെന്തും ചെയ്യണം. ഒറ്റക്കാലിൽ ചുവരോട് ചേർത്ത് നിന്ന് രാജപ്പൻ മുണ്ടെടുത്തു. രേവതി എടുത്തുകൊടുത്ത പുതിയ ഷർട്ട് അയാൾ ധരിച്ചപ്പോൾ അവൾ ബട്ടൺസ് പിടിച്ചിട്ട് കൊടുത്തു. പുതിയ സാരി ചുറ്റി ഒരു ബാഗുമായി ശ്യാമള മുഖത്ത് പൂശിയ പൗഡർ തുടച്ചിറങ്ങി വന്നു. രജീഷിൻ്റെ ജീപ്പ് കയ്യാലയ്ക്ക് പുറത്ത് വന്നു നിന്നു. എല്ലാം എടുത്തില്ലേ? രാജപ്പൻ 2 പേരോടുമായി ചോദിച്ചു. മാറി ധരിക്കാനുള്ള ഡ്രസ്സ് മാത്രം എടുത്താൽ മതിയെന്നാണ് ചേച്ചി പറഞ്ഞത്. കസേരയിലിരുന്ന അവളുടെ ഡ്രസ്സുകൾ അടങ്ങിയ ബാഗ് രേവതി എടുത്തു. തയ്യൽ മെഷീനും ഉപേക്ഷിച്ചാണ് പോകുന്നത്. അവിടെ ചെന്ന് തയ്യൽ കിട്ടുമെന്ന് എന്തുറപ്പാണ്? എങ്കിലും കത്രിക ഒരു നിധി പോലെ അവൾ ബാഗിൽ വെച്ചിരുന്നു. ശ്യാമള വീട് പൂട്ടി. ഒരാഴ്ച അർച്ചനയ്ക്കൊപ്പം പത്തനംതിട്ടയിലെ വാടക വീട്ടിൽ ചെന്ന് നിൽക്കാൻ പോകുന്നെന്നായിരുന്നു രാജപ്പൻ നാട്ടുകാരോടൊക്കെ പറഞ്ഞത്. റോസ്മല വിട്ടുപോവുകയാണെന്ന് അവരോട് പറയാനുള്ള കരുത്ത് രാജപ്പനില്ലായിരുന്നു. സൗകര്യങ്ങളുണ്ടായപ്പോൾ സ്നേഹിക്കാൻ മാത്രം അറിയുന്നവരെ മറന്ന് കടന്നു കളയുകയാണെന്ന് അവർക്ക് തോന്നാൻ പാടില്ല. എന്തെങ്കിലും ഒരിക്കൽ തനിക്ക് ഈ മണ്ണിലേക്ക് തന്നെ മടങ്ങി വരണം. ഇവിടെ കിടന്നു വേണം മരിക്കാൻ. ക്രച്ചസ് കുത്തി രാജപ്പൻ മുറ്റത്തിറങ്ങി. പിന്നാലെ ശ്യാമളയും രേവതിയും നീങ്ങി.
കയ്യാലിയുടെ അരികിൽ ചെന്നപ്പോൾ രേവതി തിരിഞ്ഞൊന്നു നോക്കി. മനസ്സുകൊണ്ട് യാത്ര പറയുകയായിരുന്നു അവൾ. ജീപ്പിൻ്റെ മുൻ സീറ്റിൽ രാജപ്പനിരുന്നു. റസാഖ് മൂക്കിൽ പഞ്ചായത്ത് മെമ്പറും വാച്ചർ രവിയും നിൽപ്പുണ്ടായിരുന്നു. ഉടൻ തന്നെ തിരിച്ചു വരുമെന്ന് രാജപ്പൻ അവരോട് പറഞ്ഞു. റോസ്മല വിട്ട് കാട്ടുപാതയിലേക്ക് ജീപ്പ് നീങ്ങിയപ്പോൾ ഒരു ലോറി നിറയെ വീട്ടുസാധനങ്ങളും കുടുംബവുമായി ആ മല കയറിയ നിമിഷങ്ങളായിരുന്നു രാജപ്പൻ്റെ മനസ്സിൽ. ഇരട്ട ചങ്കായിരുന്നു അന്ന് രാജപ്പന്. യാത്രയിലുടനീളം രാജപ്പൻ നിശബ്ദനായിരുന്നു. പുനലൂരും കൊട്ടാരക്കരയും പിന്നിട്ട് അടൂർ തിരിഞ്ഞ് ജീപ്പ് പത്തനംതിട്ടയിലേക്ക് പ്രവേശിച്ചു. രേവതി ഫോണിലൂടെ അർച്ചനയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരുന്നു. LIC ലൈനിൽ നിന്ന് മുന്നിൽ അർച്ചന നിൽക്കുന്നത് ജീപ്പിൽ നിന്ന് ലജീഷ് കണ്ടു. അതാ അർച്ചന ചേച്ചി. എല്ലാവരും അവളെ കണ്ടു. അർച്ചനയ്ക്ക് പിന്നാലെ ജീപ്പ് ചെന്ന് നിന്ന് ഭംഗിയുള്ളൊരു വീടിൻ്റെ മുറ്റത്തായിരുന്നു. അർച്ചന രാജപ്പനെ പിടിച്ചിറക്കി. ക്രച്ചസ് എടുത്ത് അവൾ കക്ഷത്ത് വെച്ചു കൊടുത്തു. പിന്നെ രേവതിയും ശ്യാമളയും ഇറങ്ങി വന്നു. എങ്ങനെയുണ്ട് വീട്? ചിരിയോടെ അർച്ചന ചോദിച്ചു. ഇതിന് വലിയ വാടകയാവില്ലേ മോളെ? ഇല്ല, അത് കേട്ടാൽ നിങ്ങൾ അത്ഭുതപ്പെടും. ആ കുട്ടി പോയോ? ബിന്ദു ചേച്ചി ഇന്നലെ വൈകിട്ട് പോയി. രാത്രി ഞാനിവിടെ തനിച്ചായിരുന്നു. വന്നാട്ടെ. എല്ലാവരും അകത്തേക്ക് നടന്നു. ഹാളും 3 മുറികളുമുള്ള വീടായിരുന്നു അത്. ആ മുറി കുഞ്ഞമ്മയ്ക്കും ചിറ്റപ്പനും ഉള്ളതാ. അത് നിനക്കുള്ള മുറി. ബാഗ് കൊണ്ടുവയ്ക്ക്, ഞാൻ ചായ എടുക്കാം. ഒക്കെ ഞാൻ ചെയ്തോളാം മോളെ. ശ്യാമള അടുക്കള ലക്ഷ്യമാക്കി നടന്നു. ചിറ്റപ്പൻ ഒരേ ഇരുന്നതല്ലേ. അല്പനേരം മുറിയിൽ ചെന്ന് വിശ്രമിക്ക്. വണ്ടി വാടക കൊടുത്തിട്ട് ഞാൻ വരാം. പേഴ്സും എടുത്ത് അർച്ചന പുറത്തേക്ക് പോയി. രേവതി അടുക്കളയിലേക്ക് ചെന്നു. ഭംഗിയുള്ള കിച്ചൺ കണ്ട് അവൾ അത്ഭുതപ്പെട്ടു. കരിപുരണ്ട ചുവരും വിറകടുപ്പും കണ്ട് പരിചയം മാത്രമേ ഉള്ളൂ. ഗ്യാസ് സ്റ്റൗ എങ്ങനെ കത്തിക്കണമെന്ന് അറിയാതെ ആശങ്കപ്പെട്ട് നിൽക്കുകയായിരുന്നു ശ്യാമള. അവൾ സ്റ്റൗ കത്തിച്ചു കൊടുത്തു. രാത്രി സോഫയിലിരുന്ന് രാജപ്പൻ TV കാണുമ്പോൾ അർച്ചന അങ്ങോട്ട് വന്നു. ശ്യാമള നിലത്ത് കാലുകൾ നീട്ടിവെച്ചിരിപ്പുണ്ട്. ചിറ്റപ്പന് കോട്ടയത്തുള്ള ദിനേശൻ എന്ന ചെറുപ്പക്കാരനെ അറിയില്ലേ? അവൾ എതിരെ ഇരുന്നിട്ട് TVയുടെ വോളിയം കുറച്ചു. അവൾ പറഞ്ഞു വരുന്നത് എന്താണെന്ന് രാജപ്പന് മനസ്സിലായി. എന്താ അവനെ പറ്റിയുള്ള അഭിപ്രായം? നല്ല പയ്യനാ മോളെ. അവനെ ഞാനൊരിക്കൽ കോട്ടയത്ത് വെച്ച് കണ്ടിരുന്നു. രേവതി വിവാഹം ചെയ്താൽ കൊള്ളാമെന്ന ആഗ്രഹം അവന് പ്രകടിപ്പിച്ചു. ചിറ്റപ്പനോട് ആലോചിക്കാതെ ഞാൻ എന്ത് പറയാനാ? രേവതിയുടെ മുഖം വാദിക്കൽ തെളിഞ്ഞു. ഞാൻ അവളെ വിളിച്ച് ചോദിച്ചു. അവൾക്ക് എതിർപ്പൊന്നുമില്ല. ഒരു വിവാഹം നടത്താനുള്ള കെൽപ്പ് നമുക്കിപ്പോൾ ഉണ്ടോ മോളെ? രാജപ്പൻ്റെ ഒച്ച ചിലമ്പി. ചിറ്റപ്പൻ അതോർത്ത് വിഷമിക്കേണ്ട. അതിനൊക്കെ ഞാൻ വഴി കണ്ടിട്ടുണ്ട്. ചിറ്റപ്പനും രേവതിക്കും സമ്മതമായ നിലയ്ക്ക് ഞായറാഴ്ച അവനോട് ഇവിടം വരെ വരാൻ പറയട്ടെ. ഞാൻ എന്ത് മറുപടിയാണ് പറയേണ്ടത്? എന്നാൽ ഞാൻ വിളിച്ചു പറയാൻ പോവുക. അർച്ചന മുറിയിൽ വരുമ്പോൾ ചുവർ ചാരി കണ്ണുകൾ നിറഞ്ഞ് രേവതി നിൽപ്പുണ്ട്. ഞായറാഴ്ച അവൻ വരും. പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർത്തുകൊള്ളണം. അർച്ചന പുഞ്ചിരിച്ചു. ചേച്ചി ദിനേശനെ കണ്ടിരുന്നോ? അവനെ കാണാൻ വേണ്ടി ഒരു ദിവസം ഞാൻ കോട്ടയത്ത് പോയിരുന്നു. നീ പഴയ രേവതിയല്ലെന്ന് പറഞ്ഞപ്പോൾ അവൻ്റെ മനസ്സ് മാറി. വലിയ പ്രതീക്ഷയോടെയാവും അവൻ വരുന്നത്. അവൻ്റെ പ്രതീക്ഷ തെറ്റില്ലെന്ന് ചേച്ചിക്കറിയാം. രേവതി അർച്ചനയുടെ ചുമലിലേക്ക് നനഞ്ഞ മുഖം ചേർത്തു. ശനിയാഴ്ച വൈകുന്നേരം അമ്പിളി എത്തിച്ചേർന്നു. പിറ്റേന്ന് 11 മണിയോടെ ബൈക്കിൽ ഒരു കൂട്ടുകാരനോടൊപ്പം ദിനേശൻ വന്നു. അർച്ചന മുറ്റത്തിറങ്ങി വന്ന് അവനെ സ്വീകരിച്ചു. രാജപ്പൻ ക്രച്ചസിൽ സെറ്റാട്ട് വരെ വന്നു. ആള് മാറിയുള്ള ആക്രമണത്തിൽ രാജപ്പൻ്റെ കാൽ നഷ്ടപ്പെട്ടു എന്നാണ് അർച്ചന അവനെ അറിയിച്ചിരുന്നത്. ആദ്യം നടന്നത് പെണ്ണുകാണൽ ചടങ്ങായിരുന്നു. പിന്നീട് അർച്ചന ദിനേശിനെ രേവതിയുടെ മുറിയിലേക്ക് അയച്ചു. അവൻ മുറിയിലേക്ക് ചെല്ലുമ്പോൾ ജനലിനടുത്തവൾ നിൽപ്പുണ്ടായിരുന്നു. ഒരു മാത്ര കണ്ണുകൾ തമ്മിലടഞ്ഞു. അവൾ ചുണ്ടുകൾ കടിച്ചമർത്തി വിതുമ്പിക്കരയാൻ തുടങ്ങി. ചിരിയോടെ ദിനേശൻ അടുത്തേക്ക് ചെന്നു. നമ്മൾ പിരിയുമ്പോൾ അവസാനം നീ ഫോണിലൂടെ എന്നെ വിളിച്ച വാക്കുകൾ ഓർമ്മയുണ്ടോ? അവൾ പതർച്ചയോടെ അവനെ നോക്കി. നീ പോടാ പട്ടി, നിന്നേക്കാൾ നട്ടലുള്ള ആമ്പിള്ളേർ വേറെയുണ്ടെന്ന്. അവൾ ശബ്ദം പുറത്തു കേൾക്കാതിരിക്കാൻ വാ പൊത്തിക്കരഞ്ഞു. എന്നിട്ട് നട്ടലുള്ള ഏതെങ്കിലും ആമ്പിള്ളേരെ വേറെ കണ്ടോ? അവൾ കൈകൾ കോർത്തു വെച്ച് നെഞ്ചിൽ അമർത്തി. നിന്നെ കെട്ടാമെന്ന പ്രതീക്ഷയിലൊന്നുമല്ല ഞാൻ വന്നത്. നിനക്കെന്തെങ്കിലും മാറ്റം വന്നോ എന്നറിഞ്ഞിട്ട് പോകാമെന്ന് കരുതിയാ? രേവതി എതിർത്തൊരു വാക്ക് പറഞ്ഞില്ല. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അവൾ കരച്ചിലടക്കി കണ്ണും മുഖവും തുടച്ചു. എൻ്റെ മനസ്സിൽ ഇരുട്ടായിരുന്നു. സ്നേഹം എന്തെന്ന് എന്നെ പഠിപ്പിച്ചത് അർച്ചന ചേച്ചിയാ. എൻ്റെ എല്ലാ തെറ്റുകുറ്റങ്ങളും അർച്ചന ചേച്ചിയോട് ഞാൻ ഏറ്റു പറഞ്ഞിട്ടുണ്ട്. ദിനേശൻ ചേട്ടന് ഇന്ന് തീരുമാനവും എടുക്കാം. എന്നെ നോവിച്ചിട്ട് പോകാനാണ് വന്നതെങ്കിലും എൻ്റെ മനസ്സ് വേദനിക്കില്ല. ഞാനത് അർഹതപ്പെട്ടവളാണ്. തണുത്ത ഒരു കാറ്റ് അവൻ്റെ ഹൃദയത്തിൽ തഴുകി. താടിക്ക് താഴെ കോർത്തു വെച്ച അവളുടെ കൈകൾ അവൻ പിടിച്ചു.
സ്നേഹം എന്നത് കൊടുത്താൽ മാത്രം തിരിച്ചു കിട്ടുന്ന ഒന്നാണ് രേവതി. മനസ്സിൽ മാത്രം അടക്കി വെക്കേണ്ട ഒന്നല്ല അത്. നിങ്ങളെല്ലാവരും ഒരേ മനസ്സുകൊണ്ട് വെറുത്തവളാണ് അർച്ചന. സ്നേഹിക്കുന്ന പുരുഷൻ വന്ന് വിളിച്ചിട്ടും നിങ്ങളെ ഓർത്തവൾ ഇറങ്ങിപ്പോകാതിരുന്നതിനെ വിമർശിക്കുന്നവരുണ്ടാവാം. അർച്ചനയെ വിമർശിച്ചവനാണ് ഞാനും. വിഡ്ഢിയാണെന്ന് പലവട്ടം പറഞ്ഞു. അതുകൊണ്ട് അവൾ എന്തു നേടുമായിരുന്നു? നിങ്ങളെക്കുറിച്ചുള്ള വേദന മരണം വരെ അവളെ വേട്ടയാടിയേനെ. എന്തൊക്കെ നേടിയിട്ടും മനസ്സുഖം ഒന്നു വേണ്ടേ? ഇന്ന് നിങ്ങളെല്ലാവരും അവളെ അകമഴിഞ്ഞ് സ്നേഹിക്കുന്നു. കുടുംബത്തിൽ നിന്ന് കിട്ടുന്ന സ്നേഹത്തിന് പരിഗണനയ്ക്കുമൊപ്പം വരില്ല വെട്ടിപ്പിടിച്ച് നേടുന്ന ഒന്നും. അവൾ ചുമൽ വെട്ടിച്ച് മെല്ലെ കരഞ്ഞു. യോഗമുണ്ടെങ്കിൽ ചേരേണ്ടവർ ഒത്തുചേരും. നമ്മുടെ കാര്യം തന്നെ ഉദാഹരണമല്ലേ. എനിക്ക് നിന്നെ വേണം. നിറഞ്ഞൊഴുകുന്ന കണ്ണോടെ അവൾ അവനെ നോക്കി. അവൻ മധുരമായെന്ന് മന്ദഹസിച്ചു. നിനക്ക് വന്ന മാറ്റം എനിക്കറിയാനാവും. കാരണം നീ ഇന്ന് അർച്ചനയുടെ അനിയത്തിയാണ്. ആ പരിഗണന ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ നിന്നെ കാണാൻ വന്നത്. ഒരു കൂടപ്പിറപ്പിൻ്റെ സ്നേഹം എനിക്ക് വേണം. ഇനിയെല്ലാം അവർ നിശ്ചയിക്കട്ടെ. എത്രയും വേഗം നിന്നെ ഞാൻ കൊണ്ടുപോകും. അവളുടെ ചുമലിൽ മൃദുവായി തട്ടിയിട്ട് ദിനേശൻ പുറത്തേക്ക് നടന്നു. അടുത്ത ഞായറാഴ്ച ബന്ധുക്കളിൽ ചിലരെ പറഞ്ഞു വിടാമെന്ന് പറഞ്ഞ് ദിനേശൻ യാത്ര പറഞ്ഞു. ദിനേശിൻ്റെ 2 അമ്മാവന്മാരും ചെറിയച്ഛനുമാണ് ഞായറാഴ്ച വന്നത്. എല്ലാം അവൻ്റെ ഇഷ്ടത്തിന് വിട്ടുകൊടുത്തതിനാൽ കൂടുതൽ സംസാരമൊന്നും ഉണ്ടായില്ല. എങ്കിലും സദസ്സിൽ വച്ച് 10 പവനും 10 ലക്ഷം രൂപയും രാജപ്പനെ കൊണ്ട് അർച്ചന പറയിച്ചു. 2 മാസത്തിനുള്ളിൽ കല്യാണം നടത്താമെന്ന ധാരണയുമായി. രേവതിയുടെ വിവാഹത്തിന് ഒരാഴ്ചയുള്ളപ്പോൾ അർച്ചന ഫൈസൽ മുഹമ്മദിനെയും സ്നേഹപ്രഭയെയും കാണാനെത്തി. ഇൻവിറ്റേഷൻ ലെറ്റർ വാങ്ങിയിട്ട് ചിരിയോടെ അയാൾ അവളെ നോക്കി. ഒരു കടമ കൂടി പൂർത്തിയാക്കുന്നു അല്ലേ? കടമയെന്ന് പറഞ്ഞോടാ സാർ, ഞാനിപ്പോൾ വല്ലാത്തൊരു ലഹരിയില്ല. മോനെക്കുറിച്ചൊന്നും അർച്ചന അന്വേഷിച്ചിട്ടേയില്ലല്ലോ. അവൾ മന്ദഹസിച്ചു. അവൻ അച്ഛൻ്റെ കൂടെ സുഖമായി ജീവിക്കുകയല്ലേ. അവൻ്റെ മുഖമൊന്ന് കാണാൻ കൊതിയുണ്ട്. ഞാനത് മനസ്സിൽ അടക്കുകയാണ്. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. അവൻ്റെ 1-ാം പിറന്നാൾ ഗംഭീരമായി സുധിയും നിരഞ്ജനയും ആഘോഷിച്ചു. ഞങ്ങൾക്ക് ക്ഷണമുണ്ടായിരുന്നു. പങ്കെടുക്കാൻ എന്തുകൊണ്ടോ മനസ്സനുവദിച്ചില്ല. ക്ഷണിച്ച നിലയ്ക്ക് സാറും സ്നേഹചേച്ചിയും പോകണമായിരുന്നു. അവൻ്റെ പിറന്നാളിന് പങ്കെടുക്കാൻ എന്തുകൊണ്ടും അർഹത സാറിനാണുള്ളത്. പിന്നെ ഞാനന്ന് കൊട്ടാരക്കര ഗണപതി കോവിലിൽ പോയിരുന്നു. അവനു വേണ്ടി മനസ്സൊരുക്കി പ്രാർത്ഥിച്ചു. വഴിപാടുകൾ നടത്തി. നിനക്കിതൊക്കെ എങ്ങനെ സഹിക്കാൻ കഴിയുന്നു അർച്ചനെ? ഞാൻ ഇങ്ങനെയൊന്നുമല്ല പ്രതീക്ഷിച്ചിരുന്നത്. സ്നേഹപ്രഭയ്ക്ക് ചോദിക്കാതിരിക്കാനായില്ല. നനവുള്ള ചിരിയിൽ അർച്ചന മറുപടി ഒതുക്കി. കല്യാണത്തിന് സാറും ചേച്ചിയും വരണം. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് വളരെ കുറച്ച് ആളുകളെ ഉണ്ടാവൂ. ഞങ്ങൾ വരും. സ്നേഹപ്രഭയാണ് മറുപടി പറഞ്ഞത്. ഫൈസൽ മുഹമ്മദ് അകത്തേക്ക് പോയി ഒരു ചെറിയ ലീഫുമായി മടങ്ങി വന്നു. ഇത് അർച്ചന ചോദിച്ച പണം. എത്രയും വേഗം ഞാനിത് മടക്കി തരും സർ. അവൾ ചെക്ക് ലീഫ് വാങ്ങി അതിലേക്ക് നോക്കിയിട്ട് അമ്പരപ്പോടെ മുഖമുയർത്തി. 5 ലക്ഷത്തിന് ചെക്കായിരുന്നു അത്. ഞാൻ 2 ലക്ഷമാണ് സർ ചോദിച്ചത്. ബാക്കി ഒരേട്ടനെന്ന നിലയ്ക്ക് ഞാൻ തരുന്നതാന്ന് കൂട്ടിക്കോ. ഞങ്ങളുടെ മകളുടെ കല്യാണമാവുമ്പോൾ അർച്ചന സഹായിച്ചാൽ മതി. അവളുടെ മിഴികൾ നിറഞ്ഞൊഴുകി. ആരുമല്ലാത്ത ഒരു പെണ്ണിന് ഒരു ഉറപ്പുമില്ലാതെ 5 ലക്ഷം രൂപ തരാൻ സന്മനസ് കാണിച്ചിരിക്കുന്നു. അർച്ചനയുടെ സ്വപ്നമല്ലേ അനിയത്തിമാരുടെ വിവാഹം. അതിലൊരു കുറവും വരുത്തണ്ട. 20 പവൻ്റെ പൊന്നു തന്നെ അവൾക്ക് കൊടുക്കണം. അർച്ചന വിങ്ങിയപ്പോൾ സ്നേഹപ്രഭ അവളെ പിടിച്ച് നെഞ്ചോട് ചേർത്തു. നിന്റെ കൂടെ ഞങ്ങളെന്നും ഉണ്ടാവും. രാത്രി സുധീഷിനും നിരഞ്ജനയ്ക്കും നടുവിൽ കുസൃതി കാണിച്ച് കിടക്കുന്ന മോനും ഉറക്കത്തിലേക്ക് പോയി. അപ്പോഴും അവൻ്റെ ഒരു കാൽ സുധീഷിൻ്റെ ദേഹത്തുണ്ടായിരുന്നു. സുധിയെ പിരിഞ്ഞു നിൽക്കാൻ കഴിയില്ലെന്ന് ഞാൻ പറഞ്ഞത് മോനെ ഉദ്ദേശിച്ച. കണ്ടില്ലേ, എന്തിനും ഇതിനും അവൻ അച്ഛനെ വേണം. തിരിച്ചറിവുണ്ടാവുന്ന പ്രായം അവൻ്റേത്. സുധിക്കൊപ്പം ഞങ്ങൾ മലപ്പുറത്തേക്ക് വരുന്നതാണ് നല്ലത്. നിരഞ്ജന ചെരിഞ്ഞു വന്ന് പറഞ്ഞു. സുധീഷിന് തിരൂർ ബ്രാഞ്ചിലേക്ക് ട്രാൻസ്ഫർ ആയി കഴിഞ്ഞിരുന്നു. നിരഞ്ജന പ്രാക്ടീസ് തുടരാൻ തീരുമാനിച്ചതല്ലേ. മോനെ രാധമ്മയുടെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകാനൊന്നും പറ്റില്ല സുധി. വേലക്കാരിയെ കൊണ്ടൊന്നും അവനെ നിയന്ത്രിക്കാൻ പറ്റില്ല. ഏത് വഴിക്ക് അവൻ പോകുന്നതെന്ന് അവന് പോലും അറിയില്ല. അവൻ്റെ പിന്നാലെ നമ്മളിൽ ഒരാളുണ്ടാവണം. വീട്ടമ്മയെ ചടഞ്ഞുകൂടാനാണോ തൻ്റെ തീരുമാനം? നിരഞ്ജന മന്ദഹസിച്ചു. അവന് 4-5 വയസ്സാവട്ടെ. അതുവരെ കോട്ടഴിച്ചു വെക്കാൻ തന്നെയാണ് എൻ്റെ തീരുമാനം. നമുക്ക് താമസിക്കാൻ ഒരു വീട് കിട്ടുമോയെന്ന് സുധി അന്വേഷിക്ക്. സുധീഷ് പിന്നീടൊന്നും പറഞ്ഞില്ല. പിന്നീട് അവർ കോട്ടയത്ത് വന്നു. വിവരങ്ങൾ അറിഞ്ഞപ്പോൾ നിരഞ്ജനയും കുഞ്ഞും സുധീഷിനൊപ്പം മലപ്പുറത്തേക്ക് പോകുന്നതാണ് നല്ലതെന്ന അഭിപ്രായം വിശ്വനാഥൻ ശരിവെച്ചു. വർഷം ഒന്ന് കഴിഞ്ഞു പോകുമെന്ന ആശ്വാസമായിരുന്നു അയാൾക്ക്. നിരഞ്ജനയെയും മോനെയും അവിടെ നിർത്തി സുധീഷ് പിറ്റേന്ന് മലപ്പുറത്തേക്ക് പോയി. പെരുമ്പടപ്പ് വീട്ടിൽ തന്നെയാണ് നിരഞ്ജന താമസിച്ചത്.
3 ദിവസം കഴിഞ്ഞപ്പോൾ തിരൂർ ടൗണിൽ തന്നെ ഒരു വാടക വീട് കിട്ടിയ വിവരം സുധീഷ് അറിയിച്ചു. ജയന്തിയുടെ ഓഫീസ് റൂമിൽ വന്ന് നിരഞ്ജന വിവരം പറഞ്ഞു. ശനിയാഴ്ച വൈകിട്ട് സുധി വരും അമ്മേ. ഞായറാഴ്ച ഉച്ചതിരിഞ്ഞ് പോകാമെന്നാണ് പറഞ്ഞത്. മോന് ജയന്തിയുടെ മടിയിൽ വലിഞ്ഞു കയറി അവിടെ നിന്ന് ടേബിളിലേക്ക് ചാടി. മോളെ, കുഞ്ഞുങ്ങളെ ഈശ്വരൻ തരുന്നതാണ്. മെഡിക്കൽ സയൻസിനെ പോലും അമ്പരിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ടേബിളിലിരുന്ന് ഫയലുകൾ വാരി മറിക്കുന്ന കുഞ്ഞിനെ തടയാതെ ജയന്തി മുഖവരയിട്ടു. അമ്മ എന്താ ഉദ്ദേശിക്കുന്നത്? നിരഞ്ജനയുടെ സ്വരം ഉലഞ്ഞു. നിങ്ങളുടെ കാര്യം തന്നെ. സുധിയുടെ പ്രോബ്ലം കൗണ്ടിൻ്റേതാണെന്നല്ലേ പറഞ്ഞത്? ആ. നിരഞ്ജന മോൻ്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി. 1 വർഷം അവൻ വിദേശത്ത് കഴിഞ്ഞില്ലേ? നീ മുൻകൈയെടുത്ത് ഒരു ഡോക്ടറെ കാണണം. എൻ്റെ മനസ്സ് പറയുന്നു, ഒരു കുഞ്ഞിനെ പ്രസവിക്കാനുള്ള യോഗം നിനക്കുണ്ടെന്ന്. കണ്ണ് നിറഞ്ഞു പോകരുതേ എന്ന് നിരഞ്ജന പ്രാർത്ഥിച്ചു. അമ്മ പറഞ്ഞത് മോൾ അനുസരിക്കണം. ഒരു കുഞ്ഞുകൂടി നിങ്ങൾക്ക് വേണം. അത് സംഭവിക്കും. സുധിയിൽ സ്വാധീനവും ആത്മവിശ്വാസവും ഉണ്ടാക്കേണ്ടത് നീയാ. ചികിത്സയും പ്രാർത്ഥനയുമായി കഴിഞ്ഞ എത്രയോ ദമ്പതികൾക്ക് ഏറെ വൈകി കുഞ്ഞു പിറന്നിട്ടുണ്ട്. ആ വിശ്വാസം കൈവിടരുത്. ഒരു ഡോക്ടറെ കാണാം അമ്മേ. അത് വേണം. ടേബിളിൽ നിന്ന് നിരഞ്ജന കുഞ്ഞിനെ എടുത്തു. ഇവൻ ഇവിടെ ഇരുന്നാൽ അമ്മയുടെ ജോലി നടക്കില്ല. ഒരു നിമിഷം അടങ്ങിയിരിക്കില്ല. സുധി ഇവനെ വിളിക്കുന്നത് ബിസി ബോയ് എന്നാ. അവൻ്റെ കയ്യിലിരുന്ന പേന പിടിച്ചു വാങ്ങി ടേബിളിൽ വെച്ചിട്ട് നിരഞ്ജന രക്ഷപ്പെട്ടു. നിറഞ്ഞു വന്ന കണ്ണീര് സാരി തലപ്പ് പിടിച്ച് ജയന്തി ഒപ്പി. പാവം പെൺകുട്ടി. അവൾ അറിയുന്നുണ്ടോ ഭർത്താവിൻ്റെ കുഞ്ഞിനെയാണ് ചതിക്കപ്പെടുകയാണെന്ന് അറിയാതെ ഓമനിച്ച് വളർത്തുന്നത്? മുറിയിൽ വന്ന് വാതിലടച്ചിട്ട് കുഞ്ഞിനെ നിലത്ത് വിട്ട ശേഷം നിരഞ്ജന കസേരയിലേക്ക് വീണു. ആരുടെയും മുന്നിൽ വരാതെ താനും സുധിയും മോനും മതി ഇനി അങ്ങോട്ട്. അവൾ ഇമ്മകൾ ചേർത്തടച്ച് നീർത്തടം തുടച്ചു. രേവതിയുടെ കല്യാണ തലേന്നാണ്. കല്യാണ വീടിൻ്റെ ആർഭാടമൊന്നും ഉണ്ടായിരുന്നില്ല. വൈകുന്നേരം ബാങ്കിൽ നിന്നുള്ള സഹപ്രവർത്തകർ മാത്രം വന്നുപോയി. രാജപ്പൻ്റെ മുഖം കണ്ടപ്പോൾ ആ മനസ്സിനെ എന്തോ മതിക്കുന്നുണ്ടെന്ന് അർച്ചനയ്ക്ക് തോന്നി. ചിറ്റപ്പൻ എന്താ ആലോചിക്കുന്നത്? അവൾ അടുത്തു ചെന്നു. അയാളുടെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നത് എല്ലാവരും കണ്ടു. അച്ഛാ. രേവതി അയാളെ പിടിച്ചു. ഒന്നുമില്ല മക്കളെ. പയ്യനെ മാലയിട്ട് സ്വീകരിക്കാൻ ഒരാൺതരി നമുക്കില്ലല്ലോ. എല്ലാവരും നിശബ്ദരായി. ക്രച്ചസ് കുത്തി എൻ്റെ കുഞ്ഞിൻ്റെ കൈ പിടിച്ച് ഞാൻ എങ്ങനെ കതിർമണ്ഡപത്തിലേക്ക് കൊണ്ടുവരും? ഇതൊക്കെ ഓർത്ത കല്യാണം ലളിതമായി നടത്താമെന്ന് ഞാൻ പറഞ്ഞത്. ദിനേശനോ അവൻ്റെ വീട്ടുകാരോ അത് അംഗീകരിച്ചില്ല. രേവതിയും അമ്പിളിയും കരയാൻ തുടങ്ങി. അവർ ആഗ്രഹിക്കുന്നത് പോലെ വിവാഹം നടത്താൻ നമ്മൾ ബാധിച്ചതല്ലേ ചിറ്റപ്പ? ദിനേശിൻ്റെ ഭാഗത്തു നിന്ന് 300ഓളം പേർ വരുമെന്നാണ് പറഞ്ഞത്. വിവാഹത്തിന് അത്രമാത്രം പ്രാധാന്യം അവർ കാണുന്നുണ്ട്, അർച്ചന പറഞ്ഞു. രാജമ്മയുടെ മോൻ രജീഷിനെ കൊണ്ട് സ്വീകരണം നടത്താം. നമ്മുടെ സങ്കടങ്ങളിൽ അവർ കൂടെ നിന്നതല്ലേ? ശ്യാമള പ്രതിവിധി പോലെ എല്ലാവരെയും നോക്കി. ഞാൻ ആങ്ങളെപ്പോലെ കരുതുന്ന ഒരാളുണ്ട്. കരുതുകയല്ല, എല്ലാ അർത്ഥത്തിലും ആ മനുഷ്യൻ്റെ സഹോദരൻ തന്നെ. ഞാൻ ഇന്ന് നിങ്ങളുടെ മുന്നിൽ നിൽക്കാൻ കാരണം അദ്ദേഹമാണ്. ചിറ്റപ്പനും കുഞ്ഞമ്മയ്ക്കും വിരോധമില്ലെങ്കിൽ ആ മനുഷ്യനുണ്ടാവും. അർച്ചനയുടെ തൊണ്ട വിങ്ങി. ആരാ മോളെ? നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ട്. 2 തവണ അദ്ദേഹം റോസ്മലയിൽ വന്നിട്ടുണ്ട്. ഫൈസൽ മുഹമ്മദ് സാറാണോ? രാജപ്പൻ ചോദിച്ചു. അതെ, പക്ഷെ അദ്ദേഹം ഒരു മുസൽമാനാണ്. എന്ത് ജാതി, എന്ത് മതം, സ്നേഹത്തിൽ കവിഞ്ഞ് ഒന്നുമില്ല മോളെ. എനിക്കറിയാം ഈ കല്യാണത്തിന് നിന്നെ സഹായിച്ചത് അദ്ദേഹമാണെന്ന്. ദിനേശിനെ വിളിച്ച് ഞാൻ കാര്യം പറയാം. നാളെ അവന് അതിൻ്റെ പേരിലൊരു ഈർഷ്യ തോന്നരുതല്ലോ. അർച്ചന തിരക്കിട്ട് മുറിയിലേക്ക് പോയി. രാവിലെ ഫൈസൽ മുഹമ്മദും സ്നേഹപ്രഭയും റസാന മോളും സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിലെത്തുമ്പോൾ 50ഓളം പേർ മാത്രമേ ഹാളിലുണ്ടായിരുന്നുള്ളൂ. റോസ്മലയിൽ നിന്ന് വന്നവരായിരുന്നു അവരൊക്കെ. അർച്ചന ഓടി വന്ന് ഫൈസൽ മുഹമ്മദിനെയും സ്നേഹലതയെയും സ്വീകരിച്ചു. അർച്ചനയുടെ അപേക്ഷ കേട്ടപ്പോൾ ഫൈസൽ മുഹമ്മദ് അമ്പരന്ന് നിന്നു. അതിൻ്റെ ഭവിഷ്യത്ത് അർച്ചനെ ഓർക്കാതെയാണോ? അയാൾ ചോദിച്ചു. ദിനേശിനോട് ഞാൻ സംസാരിച്ചു. അവന് സമ്മതമാ. ഞങ്ങൾക്കിത് സുഹൃതമാണ് സാർ, അവൾ കെഞ്ചി. ഫൈസൽ മുഹമ്മദ് സ്നേഹപ്രഭയെ നോക്കി. ഒരു പ്രായശ്ചിത്തം പോലെ സ്നേഹപ്രഭ പുഞ്ചിരിച്ചു. ഈ ഡ്രസ്സിൽ എങ്ങനെ? അയാൾ പാൻറ്റിലേക്ക് നോക്കി. സാറിന് ധരിക്കാൻ ഞാൻ ഡ്രസ്സ് എടുത്തിട്ടുണ്ട്. ഫൈസൽ മുഹമ്മദ് അർച്ചനയെ നോക്കി ചിരിച്ചു. എന്തായാലും ഇങ്ങനെയൊരു ഭാഗ്യം ഞാൻ പ്രതീക്ഷിച്ചില്ല. അർച്ചനയുടെ മനസ്സ് തണുത്തു. അകത്തു വന്ന് ഫൈസൽ മുഹമ്മദ് രാജപ്പനെ കണ്ടപ്പോൾ അയാൾ കൂപ്പ് കൈയോടെ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. തോളിൽ പിടിച്ച അയാളെ ഫൈസൽ മുഹമ്മദ് കസേരയിൽ തന്നെ ഇരുത്തി. മുറിയിൽ വന്ന് അർച്ചന കൊടുത്തിട്ട് പോയ കസവ് കരിയുള്ള മുണ്ട അയാൾ ധരിച്ചു. അടുത്തു നിന്ന് സ്നേഹപ്രഭ ചിരിച്ചു. ഇടതുവശത്ത് കുത്തുമെന്നാണ് ഞാൻ കരുതിയേ. സന്ദർഭത്തിനൊത്ത് നിൽക്കാൻ നീ എന്നെ പഠിപ്പിക്കണ്ടേ?
ഇനി 2 പെങ്ങന്മാർ കൂടിയുണ്ട്. പൊന്നാങ്ങളയുടെ ബാധ്യത കൂടുകയാ, അവൾ കളിയാക്കി. നമ്മുടെ ബന്ധുബലവും കൂടുകയല്ലേടി. വരനും കൂട്ടനും എത്തിയപ്പോൾ ദിനേശിനെ മാലയിട്ട് ഫൈസൽ മുഹമ്മദ് സ്വീകരിച്ചു. ഖദർ മണ്ഡപത്തിലേക്ക് രേവതിയെ കൂട്ടിക്കൊണ്ടുവന്നതും അയാളായിരുന്നു. രാജപ്പൻ ക്രച്ചസിൽ എഴുന്നേറ്റിരുന്നു. രേവതി പാദത്തിൽ തൊട്ടപ്പോൾ അയാൾ കൈകൊണ്ട് എഴുന്നേൽപ്പിച്ചു, അനുഗ്രഹിച്ചു. ശ്യാമളയുടെ അനുഗ്രഹം വാങ്ങിയിട്ട് അവൾ അർച്ചനയുടെ അടുത്ത് ചെന്നു. അവൾ കുനിഞ്ഞതും അർച്ചന പിടിച്ചുയർത്തി. ചേച്ചി, രേവതി കരഞ്ഞുപോയി. അയ്യേ, എന്താ ഇത്, ആളുകളൊക്കെ കാണുന്നുണ്ട്. അർച്ചന അവളെ ഖദർ മണ്ഡപത്തിലേക്ക് വിട്ടു. ചടങ്ങുകൾ ആരംഭിച്ചു. ദിനേശൻ രേവതിയുടെ കഴുത്തിൽ താലി കിട്ടി. ആഹ്ലാദം കൊണ്ട് നിറഞ്ഞ മിഴികളോടെ അർച്ചന അത് കണ്ടു നിന്നു. ദേഹത്തോട് അമ്പിളി ഒട്ടിച്ചേർന്നപ്പോൾ അർച്ചന അവളെ ചേർത്ത് പിടിച്ചു. ബന്ധുഗ്രഹങ്ങളിൽ വിരുന്നിന് പോകാനൊന്നും ദിനേശിന് താല്പര്യമില്ലായിരുന്നു. എങ്കിലും ചെറിയച്ഛൻ നിർബന്ധിച്ച് വിളിച്ചപ്പോൾ അവിടേക്ക് ഞായറാഴ്ച ഒരു സന്ദർശനം നടത്തി. രേവതിയെയും പിന്നിലിരുത്തി ബൈക്കിലായിരുന്നു യാത്ര. അവനെ ചുറ്റിപ്പിടിച്ചിരിക്കുമ്പോൾ അങ്ങനൊരു യാത്ര താൻ എത്ര കൊതിച്ചതായിരുന്നെന്ന് അവൾ ഓർത്തു. 2-3 ദിവസങ്ങൾ കഴിഞ്ഞെങ്കിലും തമ്മിൽ അകലാനുള്ള സാഹചര്യങ്ങളെക്കുറിച്ച് ഒരക്ഷരം അവൻ സംസാരിച്ചിരുന്നില്ല. ദിനേശിൻ്റെ മുന്നിൽ താനൊരു പുതിയ പെണ്ണായിരുന്നു. ഏറ്റുമാനൂർ എത്തിയപ്പോൾ 4 മണിയായി. കുറച്ച് ദൂരം മുന്നോട്ട് വന്നിട്ട് വലതുവശത്തുള്ള റെസ്റ്റോറൻറ്റിന് മുന്നിൽ അവൻ ബൈക്ക് നിർത്തി. 2 ചായക്ക് ഓർഡർ കൊടുത്തിട്ട് അവനും അവളും അടുത്തടുത്തിരുന്നു. ഒരു പുരുഷനും സ്ത്രീയും കയ്യിലൊരു കുഞ്ഞുമായി റെസ്റ്റോറൻറ്റിലേക്ക് വരുന്നത് രേവതി കണ്ടു. 1 വയസ്സിൽ കൂടുതൽ വരുന്ന തങ്കക്കുടം പോലൊരു ആൺകുഞ്ഞ്. ദിനേശൻ മുഖമുയർത്തിയപ്പോൾ അവരെ കണ്ടു. അവൻ്റെ മനസ്സ് കടൽ പോലെ ഇളകിക്കൊണ്ടിരുന്നു. 2 ടേബിളിനപ്പുറം അവർ ഇരുന്നു. അയാൾ ആരെന്നറിയോ നിനക്ക്? രേവതിയുടെ കാതിൽ അവൻ ചോദിച്ചു. ഞാനങ്ങനെ അറിയാനാ? അയാളുടെ പേര് നീ കേട്ട് കാണും, സുധീഷ്. ഒരു നടുക്കത്തോടെ രേവതി അയാളിൽ നിന്ന് കണ്ണെടുത്ത് ദിനേശിനെ നോക്കി. അർച്ചന ചേച്ചിയുടെ കാമുകൻ, കൂടെ ഭാര്യയും കുഞ്ഞും. ഈശ്വര, രേവതിയുടെ ചുണ്ട് വിറച്ചു. ചായ കുടിച്ചു തീരുന്നതുവരെ അവരിലായിരുന്നു അവളുടെ നോട്ടം. 2 പേരും എഴുന്നേറ്റു. അയാൾക്കെന്നെ അറിയാം, കണ്ടില്ലെന്ന് തോന്നുന്നു. ഒന്നും മിണ്ടാതെ പോകുന്നതെങ്ങനാ? വാ. ദിനേശൻ രേവതിക്കൊപ്പം സുധീഷും നിരഞ്ജനയും ഇരുന്ന ടേബിളിൽ മുന്നിൽ നിന്നു. കുഞ്ഞിന് പലഹാരം പൊട്ടിച്ചു കൊടുക്കുകയായിരുന്നു നിരഞ്ജന. ഹലോ സാർ, ചിരിയോടെ ദിനേശൻ വിളിച്ചു. മുഖം ഉയർത്തിയ സുധീഷ് അവനെ തിരിച്ചറിഞ്ഞു. കൂടെയുള്ള പെൺകുട്ടിയെയും കണ്ടു. ദിനേശനല്ലേ? സുധീഷ് ചിരിച്ചു. അതെ സാർ, നിങ്ങളിരിക്കെ, സുധീഷ് ക്ഷണിച്ചു. അപരിചിതരെങ്കിലും അവരെ നോക്കി നിരഞ്ജന മന്ദഹസിച്ചു. എതിരെ ദിനേശനിരുന്നപ്പോൾ രേവതിക്കും ഇരിക്കാതിരിക്കാനായില്ല. അവളുടെ നോട്ടം നിരഞ്ജനയുടെ കയ്യിലിരുന്ന കുഞ്ഞിലായിരുന്നു. ദിനേശിൻ്റെ വിവാഹം കഴിഞ്ഞോ? സുധീഷ് താല്പര്യത്തോടെ ചോദിച്ചു. കഴിഞ്ഞു സാർ, 2-3 ദിവസങ്ങളേ ആയിട്ടുള്ളൂ. എന്താ പേര്? സുധീഷ് രേവതിയെ നോക്കി ചിരിച്ചു. അവൾ കൊച്ച വന്നില്ല. അവളുടെ പേര് രേവതി. സുധീഷിൻ്റെ മനസ്സിലൊരു നടുക്കം ആ മുഖത്ത് പ്രതിഫലിച്ചു. ആളിത് തന്നെ. ഒരിക്കൽ സാറിനോട് ഞാൻ സൂചിപ്പിച്ചിരുന്നു. കുറച്ച് അകൽച്ചയൊക്കെ വന്നു. നമ്മളൊന്ന് മനസ്സ് വച്ചാൽ എന്താ സാറേ നടക്കാത്തത്? സുധീഷിൻ്റെ മനസ്സ് പ്രകമ്പനം കൊണ്ടു. അർച്ചനയുടെ അനിയത്തി രേവതി. നോവൽ തുടരും.